കേരളത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ 100% ഇടതുപക്ഷ മുന്നണി അല്ലാതെ വേറെ ആര് ജയിക്കാനാണ്? 100% ഞങ്ങൾ വിജയിച്ചിരിക്കും. 100% വിജയിച്ചിരിക്കും ഉറപ്പാ. 100% LDF സാധ്യത. കേരള സർക്കാർ ചെയ്യുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ കൊടുമണ്ണിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാ സമ്മേളനങ്ങളിലും UDF ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് 100% ഈ പ്രാവശ്യം കൊടുമൺ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDF പിടിച്ചെടുത്തിരിക്കും. പത്തനംതിട്ടയിൽ ഏറ്റവും ആവേശം നടന്ന കലാശക്കൊട്ടുകളിലൊന്ന് കൊടുമണ്ണിൽ നടന്നതായിരുന്നു. 3 മുന്നണികളും കട്ടയ്ക്കാണ് ഈ ഒരു കലാശക്കൊട്ടിൽ പങ്കെടുത്തത്. ഓരോ മുന്നണിയിൽ നിന്നും ആയിരക്കണക്കിന് പേരാണ് ഈ ഒരു കൊടുമൺ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് എത്തിയത്. LDF, NDA, UDF, അതിന് പുറമെ ആം ആദ്മി പാർട്ടിയും ഇവിടെ ഒരു കലാശ കൊട്ടിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഒറ്റയാൾ പോരാട്ടമാണ്. എങ്ങനെയുണ്ട് പ്രചരണം? എങ്ങനെയുണ്ട്? നല്ല പ്രചരണമായിരുന്നു. ആൾക്കാർ എനിക്ക് അനുഭവമാണ്. എല്ലാ ആൾക്കാരും സംസാരിച്ച മാറ്റം വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ല മാറ്റം ഉണ്ടാകും. അവിടെ പത്തനംതിട്ട ജില്ലയിലെ കേരളത്തിൽ മൊത്തം മാറ്റം ഉണ്ടാവണം. എങ്കിലേ ജനം നന്നാകത്തുള്ളൂ. ജനങ്ങൾക്ക് നന്നാക്കണം. ഈ ഭരണം നടത്തിയത് മൊത്തം ആൾക്കാർ അഴിമതിയാണ്. എത്ര അണികൾ വന്നു ഇവിടെ? അണികൾ 100 കണക്കിന് ആൾക്കാരുണ്ട്. ഞാൻ മാത്രം ഇവിടെ വന്നിരിക്കാം. 100 ബാക്കി വശം നിൽപ്പുണ്ട് ആൾക്കാർ. അണികൾ കുറവായാലും തങ്ങളും ഈ ഒരു പോരാട്ടത്തിൽ തീവ്രമായി തന്നെ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവ് പറഞ്ഞത്. ഇപ്പോൾ LDF-ന്റെ പ്രവർത്തകരുമുണ്ട്. LDF-ന് എന്താണ് സാധ്യത ജില്ലയിൽ? CPI ആർക്കാണ് വിജയ സാധ്യത? CPI കോൺഗ്രസ്, CPM ജയിക്കും. എങ്ങനെയുണ്ട് പ്രചരണം? എങ്ങനെയുണ്ട്? LDF-ന്റെ സാധ്യത എത്രമാത്രമുണ്ട്? 100% വിജയിച്ചിരിക്കും ഉറപ്പാ. 100% LDF സാധ്യത. കേരള സർക്കാർ ചെയ്യുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ കൊടുമണ്ണിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഈ ഭരണവും ഈ പ്രാവശ്യവും ഈ ഭരണം LDF തന്നെ ജയിച്ചിരിക്കും ഉറപ്പ്. 100% ഉറപ്പ്. LDF കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ, അതായത് 2020-ലെ ആ മികച്ച വിജയം തന്നെ ഇക്കുറിയും നേടുമെന്നാണ്. LDF-ന്റെ വിജയസാധ്യത എത്രമാത്രമുണ്ട്? ആ വലിയ ആവശ്യം LDF-ന്റെ വിജയസാധ്യത എത്രമാത്രമുണ്ട്? ഞങ്ങൾ കുത്തകപ്പാടാണ്. ഞങ്ങളിപ്പോൾ കുത്തകപ്പാടാണ്. ഞങ്ങൾ വീണ്ടും പിടിക്കും. ഞങ്ങൾ കുത്തകപ്പാടാണ്. ഞങ്ങളുടെ 18 സ്ഥാനാർത്ഥിയുണ്ട്. 18 സ്ഥാനാർത്ഥി പിടിച്ചിരിക്കും ഈ പാട്. കഴിഞ്ഞ തവണത്തെ ആ ഒരു വിജയം തന്നെ ആവർത്തിക്കും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ. നമ്മുടെ പഞ്ചായത്ത് തന്നെ, ഈ പഞ്ചായത്ത് ഞങ്ങളുടെ LDF-ന്റെ പഞ്ചായത്ത് തന്നെ. LDF തന്നെ പിടിക്കും. LDF തന്നെയാണ് ഈ വാർഡിന് മൊത്തം. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ LDF ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുമോ LDF? തീർച്ചയായിട്ടും ചരിത്ര വിജയം LDF വീണ്ടും ആവർത്തിക്കും. കൊടുമൺ പഞ്ചായത്തിലെ മുഴുവൻ സീറ്റിൽ LDF വിജയിക്കും. SFIയുടെ ജില്ലാ പ്രസിഡന്റാണ് കിരൺ. ഞങ്ങളുടെ SFIയുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇടതുമുന്നണിയുടെ സാധ്യത പ്രാവശ്യം? എങ്ങനെയുണ്ട് ജില്ലയിൽ? കേരളത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ 100% ഇടതുപക്ഷ മുന്നണി അല്ലാതെ വേറെ ആര് ജയിക്കാനാണ്? 100% ഞങ്ങൾ വിജയിച്ചിരിക്കും. വലിയ ആവേശം തന്നെയാണ് പത്തനംതിട്ട കൊടുമണ്ണിൽ ഇപ്പോൾ കലാശക്കൊട്ട്. എങ്ങനെയുണ്ട് LDF-ന്റെ വിജയ സാധ്യത എത്രമാത്രം? ഉറപ്പാണ്. എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കും. ഈ കലാശക്കൊട്ടിൽ ആർക്കാണ് ഒരു മുൻതൂക്കം? LDF-നാണോ, UDF-നാണോ, NDA-ക്കാണോ? ആർക്കാണ് മുൻതൂക്കം കലാശക്കൊട്ടിൽ? വനിതാ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വലിയ ആവേശത്തിലാണ്. എങ്ങനെയുണ്ട് LDF-ന്റെ ഒരു പ്രകടന പ്രാവശ്യം? എങ്ങനെയായിരിക്കും? 3-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി വലിയ ആവേശത്തിലാണ്. LDF പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ UDF-ന്റെ ഒരു കലാശക്കൊട്ടുകൂടി നമുക്ക് കാണാം. ആയിരക്കണക്കിന് പ്രവർത്തകർ, അത് UDF-ൽ നിന്നും LDF-ൽ നിന്നും NDA-ൽ നിന്നും ഉൾപ്പെടെ ഈ കലാശക്കൊട്ടിൽ പങ്കെടുക്കാൻ പത്തനംതിട്ട കൊടുമണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് UDF-ന്റെ കലാശക്കൊട്ട് കൂടി കാണാൻ സാധിക്കും. UDF-ഉം വലിയ ആവശ്യത്തിലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇക്കുറി ആ ഒരു പരാജയത്തിന് ഒരു തിരിച്ചടി LDF-ന് നൽകും എന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്.
ഇക്കുറി എങ്ങനെയാണ് UDF-ന്റെ ഒരു സാധ്യത ഇപ്രാവശ്യം എത്രമാത്രമുണ്ട്? UDF-ന്റെ സാധ്യത എത്രമാത്രമുണ്ട്? 100% സാധ്യതയാണ്. ഈ തവണ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് UDF ഭരിച്ചിരിക്കും. 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണ LDF-നായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഗ്രാമപഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്തിന്, ജില്ലാ പഞ്ചായത്തിനെല്ലാം. ഇക്കുറി എങ്ങനെയായിരിക്കും? ഈ തവണ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും UDF വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. കൊടുമണ്ണെ ഐക്കാട് ബ്ലോക്ക് ഡിവിഷനും അങ്ങാടിക്കര ബ്ലോക്ക് ഡിവിഷനും കുടുംബം പഞ്ചായത്തും UDF ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. ഈ ഒരു ശക്തി പ്രകടനത്തിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? പൂർണ്ണമായി UDF-കാരാണ്, UDF പ്രവർത്തകരാണ്. ശക്തി പ്രകടനത്തിലും എല്ലാ സ്വീകരണ സമ്മേളനങ്ങളിലും UDF ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് 100% ഈ പ്രാവശ്യം കൊടുമൺ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDF പിടിച്ചെടുത്തിരിക്കും. വിജയം സുരക്ഷിതമാണ്. നല്ലൊരു വിജയത്തിനുടമയാണ്. ഇവിടെ UDF-ന് അനുകൂലമായ ഒരു കാറ്റ് എങ്ങും വീശുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണ സമിതിയും ജില്ലാ പഞ്ചായത്തിൽ പ്രസാദ് കുമാറിനൊക്കെ UDF സ്ഥാനാർത്ഥി വമ്പൻ ഭൂരിപക്ഷം ജയിക്കും. അനുകൂലമായ ഒരു തരംഗമാണ് UDF-ന്. ഐക്യജനാധിപത്യ മുന്നണി ചരിത്ര ഭൂരിപക്ഷം നേടും. കൊടുമൺ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലയിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. ഇതാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത. ഓരോ തെരഞ്ഞെടുപ്പിലും എത്ര ആവേശത്തോടു കൂടിയാണ് എല്ലാവരും വോട്ടർമാർ പങ്കെടുക്കുന്നത്. തങ്ങളാണ് മുന്നിൽ, തങ്ങളാണ് ശക്തി എന്ന് തെളിയിച്ചുകൊണ്ട് ഓരോ മുന്നണിയും മത്സരിച്ചുകൊണ്ട് പത്തനംതിട്ട ഗവൺമെന്റിലെ ഈ ഒരു കലാശക്കൊട്ടിൽ ഒരേ രീതിയിൽ ഒരേ ശക്തി പങ്കെടുത്തു. റിപ്പോർട്ടർ പത്തനംതിട്ട.